ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു കേട്ടാ. സാധാരണ ദിവസം പോലെ അതും അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, രാവിലെ എണീക്കുമ്പോൾ നല്ലോണം വൈകും. 7 മണിയായിട്ടാ. രാവിലെ അരിപ്പുട്ടാണ് ഉണ്ടാക്കിയത്. അരക്കുമ്പോൾ മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് എൻ്റെ സുന്ദരക്കുട്ടനയുടെ ഉറക്കണീച്ച് വന്നിട്ടുണ്ട്. രാവിലെ ഉറക്കണീറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഞാൻ തന്നെ എടുക്കണം കേട്ടോ, വേറെ ആരും ഒന്നിച്ച് അവൻ പോകില്ല. എന്നാലും മിച്ചുട്ടനാണെങ്കിൽ ഉറക്കണീച്ച് ആദ്യം അവൻ്റെ അടുത്ത് വേണ്ടതും എൻ്റെ പപ്പയാണ് കേട്ടാ. അങ്ങനെ എൻ്റെ അരിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഇന്നതേ വേണ്ടൂ, ഞാൻ ഇന്നതേ കഴിക്കൂ, അങ്ങനത്തെ ഒന്നുമില്ല കേട്ടാ. ചേട്ടനും അനിയനും പടിമ ഇരുന്നിട്ട് എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞിയും അരുണേട്ടനും ചായ കുടിക്കാനിരുന്നു. കൊച്ചി ടിവിയിലെ നമ്മളെ ഫേവറേറ്റ് കാർട്ടൂണായ ഹൈഡി കണ്ടോണ്ടാണ് ചായ കുടിക്കാനിരുന്നത് കേട്ടാ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറെ തുണി അലക്കാനുണ്ടായിന്. അങ്ങനെ തുണിയെല്ലാം അലക്കി കുളിച്ചിട്ടെല്ലാം വന്നു. പ്രസവം കഴിഞ്ഞതോടെ എൻ്റെ മുഖത്തെ പാടുകൾ കുറെ അധികമായിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് വന്നതോടെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ക്രീമാണ് ഗുഡ് വൈബിൻ്റെ ഡീടാൻ ഗ്ലോ എന്ന ക്രീം. ആദ്യം ഞാനിത് രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഞാനിത് പകലും കൂടി മുഖത്ത് അപ്ലൈ ചെയ്യലുണ്ട് കേട്ടോ. ഭയങ്കര വിശപ്പ്. അപ്പോൾ സമയം നോക്കുമ്പോൾ 12:15. അങ്ങനെ ഞാനും മിച്ചുവും രാവിലത്തെ പുട്ടുണ്ടായത് എടുത്ത് കഴിച്ചു. ഇത് മിച്ചുവിൻ്റെ വേറൊരു ഫേവറേറ്റ് കാർട്ടൂണാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. നമ്മൾ ജിക്കുട്ടൻ പുട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവന് മുട്ട പുഴുങ്ങി കൊടുത്തു. ഇവനാണെങ്കിൽ അതും മൊത്തമായിട്ട് കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതും കൂടി എൻ്റെ വയറ്റിലേക്ക് തന്നെ എത്തേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർഡർ ആക്കിയ ഒരു പ്രൊഡക്റ്റ് എത്തിയത്. ഇതൊരു ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടിട്ട് ഓർഡർ ആക്കിയതാണ് കേട്ടോ. ത്രെഡ് ക്രാഫ്റ്റ് എന്നൊരു പേജിൽ നിന്നാണ് ഓർഡർ ആക്കിയത്. ഇതവർ 139 രൂപയ്ക്ക് ഓഫറിലിട്ട സമയത്താണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ തന്നെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടാ. ഏപ്രിൽ 10 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അന്ന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ ആന്നിട്ട് ഇതെല്ലാം അതങ്ങനെ മടക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ചോറ് വെച്ചു കേട്ടോ. ഇന്ന് കുറേ അധികം തുണികൾ മടക്കി വെക്കാനുണ്ടായിനി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്താണ് ജിക്കുട്ടൻ ഉച്ചവർക്കം ഉറങ്ങിയിട്ട് എണീച്ചത്. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയെല്ലാം ആകുമ്പോൾ നമ്മളെ റൂമിലേക്ക് ഇങ്ങനെ വെയിലടിച്ച് കയറും കേട്ടോ. പുറത്തോടെയോ കളിച്ചോണ്ടുണ്ടായി മിച്ചു കുഞ്ഞണിച്ചത് ഇറങ്ങിയിട്ട് വേഗം ഉള്ളിലേക്ക് പാഞ്ഞിട്ട് വരുന്നുണ്ട്. അത് എന്തിനല്ലേ, ഇതാ ഇതിന് വേണ്ടി തന്നെയാണ് കേട്ടാ. വൈകുന്നേരം ചായ ഒന്ന് ചയിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിവജ ഉണ്ടാക്കി കൊടുത്തു കുഞ്ഞുങ്ങൾക്ക്. പിറന്നാളാണെന്ന് പോലും തോന്നാത്തൊരു പിറന്നാൾ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇപ്രാവശ്യം കുറേ അധികം ആൾക്കാർ എനിക്ക് വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിനി. അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സും എൻ്റെ അടുത്ത ഫ്രണ്ട്സും മാത്രമേ എന്നെ ഈ ബർത്ത്ഡേ എല്ലാം വരുന്ന സമയത്ത് വിഷ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. എന്നെ അറിയുന്നവരെല്ലാവരും മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും എനിക്ക് വിശ്വാസം അറിയിച്ചു. അതെന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തിയൊരു കാര്യമാണ് കേട്ടോ. അരുണേട്ടൻ വൈകുന്നേരം പണിയും കഴിഞ്ഞ് എത്തിയപ്പാട് അരുണേട്ടൻ്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടി. ഈ ബോക്സിൽ നിറച്ചും ചോക്ലേറ്റ് ആണ് കേട്ടുണ്ടായത്. ഇതുപോലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ്. അതെന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ഗിഫ്റ്റ്, അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷിച്ച 2 ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയെല്ലാം ഈ ഒരു ദിവസവും കൂടി കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.